Classification of magnetic materials. Dia, para, ferro. That's today's discussion topic. Last class ഓർമ്മയുണ്ടല്ലോ എന്താ പറഞ്ഞത്? Intensity of magnetization, magnetizing field, അതുപോലെ തന്നെ permeability, susceptibility, relative permeability ഇതെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പാരാമീറ്റേഴ്സ് റിലേറ്റീവ് പെർമിയബിലിറ്റി, സസെപ്റ്റബിലിറ്റി, എച്ച് വാല്യൂ, ബി വാല്യൂ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ സയൻറ്റിഫിക്കലി ഇവരെ അനലൈസ് ചെയ്യുന്നത്. ഡയ, പാര, ഫെറോ ഇവർ എക്സ്റ്റേണൽ ഫീൽഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ഇവർക്ക് എന്താണ് ഇവരുടെ അപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സസെപ്റ്റബിലിറ്റി, പെർമിയബിലിറ്റി ആ രണ്ട് ക്വാണ്ടിറ്റിയെക്കുറിച്ച് നല്ല ധാരണ വേണം കേട്ടോ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ്. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ എത്ര എളുപ്പത്തിൽ മാഗ്നറ്റ് ആക്കാൻ പറ്റും, ഹൗ ഈസി ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്, അതിൻ്റെ മെഷർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റൻസുകളെ ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മെയിൻലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്: ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം. Diamagnetism is an intrinsic property of every material, and it generated due to the mutual interaction between applied magnetic field and orbital motion of electrons. Applied magnetic field and orbital motion of electrons. Detail ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനുണ്ട്. Then വരുന്നത് paramagnetism, substance which weakly magnetized when placed in external field. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ നമുക്ക് അത്ര നല്ല ബെസ്റ്റ് മാഗ്നറ്റുകളാക്കി മാറ്റാനൊന്നും പറ്റില്ല, ഫീബിൾ. ദെൻ ലാസ്റ്റ് നമ്മുടെ റിയൽ മാഗ്നറ്റ് വരുന്നു. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ദോസ് വിച്ച് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ്, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പം ഡയാ, പാര, ഫെറോ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ വളരെ ഫീബിളായ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നവരാണ് ഡയ. മാത്രമല്ല ആ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. How it is opposite we will discuss. Para, applied ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെന്റും സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഫെറോ, അപ്ലൈഡ് ഫീൽഡും ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റും ഒരേ ഡയറക്ഷൻ ആയിരിക്കും, വെരി സ്ട്രോങ് ആയിരിക്കും. ആർക്ക്? ഫെറോ. അപ്പം നമുക്ക് 1 by 1 ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം? പാരാമാഗ്നറ്റിക്, നമുക്ക് ആദ്യം ഡയ തുടങ്ങാം അല്ലേ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഡയാമാഗ്നറ്റിസം. ആദ്യമേ അറിയേണ്ടത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് സബ്സ്റ്റൻസുകൾ ഉണ്ടല്ലോ, അവരുടെ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്? അവർ ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണോ അതോ ആറ്റംസ് വിത്ത് പെയ്ഡ് ഇലക്ട്രോൺസ് ആണോ? ഇൻട്രിൻസിക്കലി അവർ എന്താണ്? ആറ്റംസ് വിത്ത് പെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. See this one, ഇതൊരു ഇലക്ട്രോണാണ്, ഇത് വേറൊരു ഇലക്ട്രോണാണ്, ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ഒരാൾ ഈ ഡയറക്ഷനിൽ റിവോൾവ് ചെയ്യുമ്പോൾ മറ്റാൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിവോൾവ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ സ്പിൻ മോഷനും അങ്ങനെയാണ്. ഒരാൾക്ക് ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ മറ്റാൾക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നാണ്. ഓക്കെ, സോ എന്താ ഇഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കണം മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ മറ്റേ ഇലക്ട്രോൺ തൻ്റെ സ്പിന്നിങ് മോഷൻ കാരണം ഉണ്ടാക്കണം മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഡയാമാഗ്നറ്റിക് ആറ്റം നമ്മൾ എടുത്താൽ എന്ത് സംഭവിക്കുന്നു? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇയാളുടെ മാഗ്നറ്റിക് മൊമെന്റും അതുപോലെ തന്നെ മറ്റാളുടെ മാഗ്നറ്റിക് മൊമെന്റും നമ്മൾ ആഡ് ചെയ്യണം അല്ലേ. ഇപ്പോൾ എം നെറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ എം മൈനസ് എം എന്ന് എഴുതും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് എം ആണെങ്കിൽ ഇയാളുടെ മാഗ്നറ്റിക് മൊമെന്റും എം തന്നെയായിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ആറ്റംസ് നമ്മൾ അനലൈസ് ചെയ്താൽ ദേ ആർ ആറ്റംസ് വിത്ത് പെയ്ഡ് ഇലക്ട്രോൺസ്. സോ ഒരാൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് മൊമെന്റിനെ വേറൊരാൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. സോ ഇൻട്രിൻസിക്കലി ഇൻഡിപെൻഡന്റ് ആറ്റംസ് എടുത്താൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നേ ഇല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നമ്മൾ അവർ ഡയാമാഗ്നറ്റിസം എന്ന് പേര് വിളിച്ചത്? എന്തുകൊണ്ടാണ് അവർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തത്? നമുക്കൊരു കേസ് നോക്കാം. യു അപ്ലൈ എൻ എക്സ്റ്റേണൽ ഫീൽഡ്, അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് യു അപ്ലൈ എക്സ്റ്റേണൽ ഫീൽഡ്
അപ്വേഡ്. സെക്കൻഡ് ഫിഗർ അത്. ഈ സെക്കൻഡ് ഫിഗറിലോട്ട് വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് കാരണം എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് കറങ്ങുമ്പോൾ ഈ ഇലക്ട്രോൺസിന് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം ആരാ കൊടുക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ആണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഇങ്ങനൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ ഫീൽഡ് കാരണം ഇലക്ട്രോണുകളുടെ മുകളിൽ അഡീഷണൽ ഫോഴ്സ് വരും. അപ്പം എന്ത് സംഭവിക്കും? ഒരാളുടെ സ്പീഡ് കൂടും, ഒരാളുടെ സ്പീഡ് കുറയും. നിങ്ങൾ എക്സ്റ്റേണലായി ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇയാളുടെ മൊമെന്റ് ഓൾറെഡി ഡൗൺവേർഡ് ആയിരുന്നല്ലോ. ഡൗൺവേർഡ് മീൻസ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസ് ചെയ്ത് എമ്മിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? എം പ്ലസ് ഡെൽറ്റ എം ആയിട്ട് മാറുന്നു. എന്താ റീസൺ? ഇൻ അഡീഷൻ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏതുകൂടെ കിട്ടുന്നത് കാരണം, മാഗ്നറ്റിക് ഫോഴ്സ് കൂടെ വരുന്നത് കാരണം അയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സ്പീഡപ്പ് ആവുന്നു, സ്പീഡ് കൂടുന്നു. അതായത് അയാളുടെ ഓർബിറ്റൽ സ്പീഡ് കൂടുന്നു. ഒപ്പം ഇയാളുടെ കാര്യം പറയുമ്പോൾ ഇയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് ഇനീഷ്യലി എം ആയിരുന്നെങ്കിൽ ഇപ്പം അത് എം മൈനസ് ഡെൽറ്റ എം ആയിട്ട് മാറുന്നു. അതായത് ഒരാളുടെ എം പ്ലസ് ഡെൽറ്റ എമ്മും മറ്റാളുടെ എം മൈനസ് ഡെൽറ്റ എമ്മും ആയിട്ട് മാറുന്നു. ഇപ്പം എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എം നെറ്റ് ഈസ് ഈക്വൽ ടു എം പ്ലസ് ഡെൽറ്റ എം മൈനസ് എം മൈനസ് ഡെൽറ്റ എം. കാരണം ഒരെണ്ണം താഴേക്ക് ഒരെണ്ണം മുകളിലോട്ട്, അതുകൊണ്ടാണ് മൈനസ് സൈൻ വന്നത്. സോ എം നെറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ എം. യൂഷ്വലി നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ട്. നെഗറ്റീവ് സൈൻ കൊടുക്കുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എവിടേക്കാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇൻഡ്യൂസ് കേട്ടോ? ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ when there is no external field, the magnetic moment of one electron cancelled by the magnetic moment of the other electron. So net magnetic moment of a atom with a paired electron, in case of a diamagnetic atom, it is 0. Now you place that atom or substance in an external field. What happens? When you apply external field, the moment of the electron in the direction of the field decreases and opposite direction increases. So there will be a net magnetic moment which is opposite to the applied field direction. നോക്കൂ, ഞാൻ NCERT ബുക്കിലെ ഒരു ലൈനിലോട്ട് വരാമെന്ന് കേട്ടോളൂ കേട്ടോ. അത് NCERT ബുക്കിലെ പേജ് നമ്പർ Electrons in an atom orbiting around nucleus possess orbital angular momentum. These orbiting electrons are equivalent to current carrying loops and thus possess orbital magnetic moment. Diamagnetic substances are those one which resultant magnetic moment in an atom is 0. This is the case. 0. Then കേട്ടോളൂ, when magnetic field is applied, ഇതാ കണ്ടോളൂ, magnetic field apply ചെയ്തു. Magnetic field is applied. Those electrons having orbital magnetic moment in the same direction slow down. In the same direction slow down. ഇവന്റെ magnetic moment കുറയും. And those in the opposite direction speeds up. ഇവന്റെ magnetic moment കൂടും. Okay, speeds up. This happens due to induced current in accordance with Lenz's law. നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ ഇൻഡക്ഷനിൽ പറയുന്നു ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് എപ്പോഴും അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് എപ്പോഴും അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ് ആണ് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവർ മാത്രമേ ഇങ്ങനെ കാണിക്കൂ. ഇനി വരാൻ പോകുന്ന പാരാമാഗ്നറ്റോ ഫെറോമാഗ്നറ്റോ എടുത്താൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡും അതിനകത്തുള്ള മാഗ്നറ്റിക് മൊമെന്റും സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു കാണും. വെൻ യു പ്ലേസ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് ദേ ഷോ റിപ്പൽഷൻ. എന്തുകൊണ്ടാണ് റിപ്പൽഷൻ കാണിക്കുന്നത്? റിപ്പൽഷൻ കാണിക്കാനുള്ള കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ് അക്കോർഡിംഗ് ടു ലെൻസസ് ലോ. ആൻഡ് റീസൺ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇതാണ് കാരണം. നേരത്തെ ഇയാൾ കറങ്ങുമ്പോൾ കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് തന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാത്രമാണ്. പക്ഷെ അതേ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫോഴ്സ് കൂടെ ചേർന്ന് വരും. അപ്പോൾ ഇയാളെ മാഗ്നറ്റിക് ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം അയാളുടെ സ്പീഡ് കൂടും. അപ്പോൾ അയാളുടെ മാഗ്നറ്റിക് മൊമെന്റ് കൂടും. എന്നാൽ അയാളുടെ എന്ത് സംഭവിച്ചു? അയാളുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പം നെറ്റ് ഫോഴ്സ് കുറയുന്നത് കാരണം അയാളുടെ സ്പീഡ് കുറയും. സ്പീഡ് കുറയുന്നത് കാരണം മാഗ്നറ്റിക് മൊമെന്റ് കുറയും.
അപ്പോൾ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ മൊമെൻ്റ് ഉണ്ടായിരുന്ന ആളുടെ മൊമെൻ്റ് കുറയും, ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളുടെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 2 ഡെൽറ്റ എന്ന് വരും. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ നമ്മൾ കൊടുക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ, ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഡയാമാഗ്നറ്റ്? Diamagnetic substances are those substances in which there is no net magnetic moment. When you place that substance in an external magnetic field, what happens? A small moment will be induced opposite to the direction of applied field. That's why diamagnet shows repulsion in external field. Repulsion in external field. ഈ ഫിഗർ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. As we are moving to the properties of diamagnets, diamagnetic properties. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് നോക്കൂ നിങ്ങൾ, ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. അപ്പോൾ എന്താ ഇഷ്യൂ അറിയാമോ നിങ്ങൾക്ക്? ഈ സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത അയാൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അപ്പോൾ നമ്മളതിന് ഉപയോഗിക്കുന്ന ടേം നിങ്ങൾക്ക് അറിയാം, mu r, റിലേറ്റീവ് പെർമിയബിലിറ്റി. mu r ഈസ് ലെസ് ദാൻ 1, വളരെ കുറവാണ്, സ്മോൾ പോസിറ്റീവ് വാല്യൂ. വളരെ മിനിമം നമ്പർ ഫീൽഡ് ലൈൻസിന് മാത്രമേ അയാൾ പെർമിറ്റ് ചെയ്യുള്ളൂ. ഫീൽഡ് ലൈൻസിനെ എക്സ്പെൽ ചെയ്യുന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഇനി അതിനൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. mu r ഈസ് ലെസ് ദാൻ 1, mu r ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു 1 + chi എന്നാണല്ലോ. അപ്പോൾ സസെപ്റ്റബിലിറ്റി ഈസ് ഈക്വൽ ടു mu r - 1 അല്ലേ. സോ സസെപ്റ്റബിലിറ്റി എന്ത് വാല്യൂ ആയിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, കാരണം mu r ഈസ് ലെസ് ദാൻ 1. അപ്പോൾ എന്തുണ്ടായി? ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. chi ഈസ് ഈക്വൽ ടു m/h റേഷ്യോ എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത് അല്ലേ? അപ്പോൾ നോക്കൂ, ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, നോർത്ത് പോൾ, സൗത്ത് പോൾ. എന്നിട്ട് ആ ഫീൽഡിൽ ഞാൻ ആരെയാണ് വെക്കുന്നത്? എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ആ ഫീൽഡിൽ ഞാൻ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് വയ്ക്കുന്നു, ഡയാമാഗ്നറ്റ്. ഇതൊരു സബ്സ്റ്റൻസാണ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പം നമുക്കറിയാം എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ്, അതായത് ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വരും. ആരുടെ? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ. പക്ഷെ ഞാൻ പറഞ്ഞു അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല, വളരെ ഫീബിളായ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. എങ്ങോട്ട്? അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമ്മൾ എവിടേക്കാണോ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ. ഇപ്പം ഞാൻ പറഞ്ഞത് നോക്കുന്നുണ്ടോ, എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ നോർത്തും ഇയാളിൽ ഡെവലപ്പ് ചെയ്ത നോർത്തും അടുത്തടുത്ത് വന്നാൽ അവർ റിപ്പൽ ചെയ്യില്ലേ? അതുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ എക്സ്റ്റേണൽ ഫീൽഡിൽ വെച്ചാൽ അവർ എന്ത് കാണിക്കുമെന്ന് പറഞ്ഞത്? റിപ്പൽഷൻ കാണിക്കുമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ആ റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ഫോഴ്സ് ഒന്നും അല്ല, ഇറ്റ്സ് വെരി വെരി വീക്ക്. കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ് ഈസ് വെരി വെരി സ്മോൾ. ക്ലിയർ ആണല്ലോ കേട്ടോ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, സസെപ്റ്റബിലിറ്റി ലെസ് ദാൻ 1, ഗ്രേറ്റർ ദാൻ 0. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് എ നെഗറ്റീവ് വാല്യൂ, സ്മോൾ നെഗറ്റീവ് വാല്യൂ. Negative sign indicates when you apply field, the moment developed is opposite. That's why diamagnetic materials show repulsion in external field. Clear ആവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. നോക്കൂ, ഇതാ എച്ചും എമ്മും തമ്മിലുള്ള ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഡയാമാഗ്നറ്റ്സിൻ്റെ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത് കേട്ടോ. ഡയാമാഗ്നറ്റ്സിലോട്ട് തന്നെ വീണ്ടും നിങ്ങൾ വരൂ. ഇതാ ഇവിടെ എച്ചും അതുപോലെ തന്നെ എമ്മും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. എച്ചും എമ്മും തമ്മിലുള്ള ഗ്രാഫ് നമുക്കറിയാം, സസെപ്റ്റബിലിറ്റി chi ഈസ് ഈക്വൽ ടു m/h എന്നാണ് പറഞ്ഞത് ആണല്ലോ. അപ്പോൾ m ഈസ് ഈക്വൽ ടു chi h എന്ന് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇവർക്ക് സസെപ്റ്റബിലിറ്റി നെഗറ്റീവ് ആണെന്ന്. അപ്പം എമ്മും എച്ചും തമ്മിലുള്ള ഗ്രാഫ് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എച്ച് കൂടുമ്പോൾ എം കൂടും, പക്ഷെ വളരെ ഫീബിളായിട്ടേ കൂടൂ. സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ടാണ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആക്സിസിൽ വന്നത്? എന്തുകൊണ്ട് നെഗറ്റീവായി വന്നു? കാരണം സസെപ്റ്റബിലിറ്റി നെഗറ്റീവാണ്. ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് ബിറ്റ്വീൻ എം ആൻഡ് എച്ച്? എം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, എച്ച് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഫീൽഡ് ബൈ mu0. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ദെൻ
അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ നിങ്ങൾക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ്. സസെപ്റ്റിബിലിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നു. ആക്ച്വലി അത് നെഗറ്റീവ് സംഖ്യയാണ്. ദാറ്റ് നെഗറ്റീവ് വാല്യൂ ഈസ് എ കോൺസ്റ്റന്റ്. കാരണം ഓൾറെഡി ഇവർക്ക് സസെപ്റ്റിബിലിറ്റി വളരെ 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 സ്മോൾ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ആ സബ്സ്റ്റൻസിനെ വൺസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഡയാമാഗ്നറ്റ് ആയതിനു ശേഷം ചൂടാക്കി എന്ത് സംഭവിക്കും? കാര്യമായ മാറ്റങ്ങളൊന്നും വരില്ല കേട്ടല്ലേ. പക്ഷെ നിങ്ങൾ പഠിക്കാൻ പോണ പാരാമാഗ്നറ്റിനെയും അതുപോലെ ഫെറോമാഗ്നറ്റിനെയും ചൂടാക്കിയാൽ അയാളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ലോസ് ആവും. പക്ഷേ ഇയാൾക്ക് ഓൾറെഡി തന്നെ വളരെ ഫീബിൾ ആയതുകൊണ്ട് കാര്യമായ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല കേട്ടല്ലേ. ആക്ച്വലി ഇതിന് ക്യൂറീസ് ലോ എന്നാണ് പറയുക, ക്യൂറീസ് ലോ. പക്ഷെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിലേ പഠിക്കാനുള്ളൂ. പാരാമാഗ്നറ്റിലും ഫെറോമാഗ്നറ്റിലും ക്യൂറീസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്യൂറീസ് ലോയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇവരുടെ സസെപ്റ്റിബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. കാരണം വല്ലതും ഉണ്ടെങ്കിലേ നഷ്ടപ്പെടൂ. ഇവർക്കത് വളരെ കുറവാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫീൽഡ് ചൂടാക്കിയാലും കാര്യമായ മാറ്റമൊന്നും വരില്ല കേട്ടോ. ഈ രണ്ട് ഗ്രാഫുകൾ ഓർമ്മിക്കണം. ഇത് എച്ചും എമ്മും തമ്മിലുള്ള ഗ്രാഫ് നെഗറ്റീവ് ആക്സിസിൽ വരയ്ക്കാനുള്ള കാരണം സസെപ്റ്റിബിലിറ്റി നെഗറ്റീവ് ആയതുകൊണ്ടാണ്. പിന്നെ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചേഞ്ചാണ് വരിക, അതാണ് അടുത്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഒരു ഡയാമാഗ്നറ്റിക് ലിക്വിഡിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഡയാമാഗ്നറ്റിക് ലിക്വിഡിനെ നിങ്ങൾ യൂട്യൂബിൽ പ്ലേസ് ചെയ്യുന്നു. Let us assume no north pole and south pole, no external magnetic field. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഡയാമാഗ്നറ്റിക് ലിക്വിഡിന് എക്സാമ്പിൾ NCERT ബുക്ക് നോക്കുക, കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, നൈട്രജൻ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഇവരെല്ലാം ഡയാമാഗ്നറ്റ്സ് ആണ്. അപ്പോൾ ഇത് വാട്ടർ ആണെന്ന് വിചാരിച്ചോളൂ. സേ വാട്ടർ ഈസ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. വാട്ടറാണ് നിങ്ങൾ യൂട്യൂബിൽ വെച്ചു. ആ യൂട്യൂബിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? രണ്ട് ലിംബുകളിലെയും ലിക്വിഡ് ലെവൽ സെയിം ആയിട്ട് നിൽക്കണം അല്ലേ. ഇനീഷ്യലി ഇതാ ലെവൽ ഇവിടെ ഇങ്ങനെ നിൽക്കണം വേണ്ടേ. ഈ രണ്ട് ലിംബുകളിലെയും ലിക്വിഡ് ലെവൽ സെയിം ആയിട്ട് നിൽക്കണമായിരുന്നു. ഉണ്ടോ? രണ്ട് ലിംബുകളിലെയും ലിക്വിഡ് ലെവൽ സെയിം ആയിട്ട് നിൽക്കണമായിരുന്നു. അതിനുശേഷം നിങ്ങൾ ദ പോൾ പീസസ് ഓഫ് എ മാഗ്നറ്റ്, അതിനിടയിൽ നമ്മൾ യൂട്യൂബിൻ്റെ ലിംബ് പ്ലേസ് ചെയ്യും. ഇപ്പം എന്ത് സംഭവിക്കും അറിയോ? ഇതങ്ങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ലെവൽ താഴും, ഇവിടെ ലെവൽ ഉയരും. ആ ഒരു മൊമെൻറ്റിൽ ഒരു ലിംബിലെ ലിക്വിഡ് ലെവൽ താഴുന്നു, മറ്റേ ലിംബിലെ ലിക്വിഡ് ലെവൽ ഉയരുന്നു. എന്താ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -mb cos θ എന്നല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -mb ഇൻറ്റു cos 180. കാരണം ഡയാമാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയത് കാരണമാണ് നമ്മൾ 180 ഡിഗ്രി കൊടുക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് +mb എന്ന് വരും. കാരണം cos 180 -1 ആണ് +mb. ഇനി നിങ്ങൾ നോക്കൂ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ഏതൊരു സിസ്റ്റത്തിൻ്റെയും ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കാനാണോ മാക്സിമം ആയിരിക്കാനാണോ കൂടുതൽ ആഗ്രഹിക്കുക? നിങ്ങൾ പറയും. യെസ്, മിനിമം ആയിരിക്കണം അല്ലേ. മിനിമം ആക്കണമെങ്കിൽ എം കുറയണം അല്ലെങ്കിൽ ബി കുറയണം. ഇവിടെ നോക്കൂ, നമ്മൾ ഈ പോൾ പീസസ് ഇവിടെ വെക്കുമ്പോൾ ഈ റീജിയണിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്, എന്നാൽ അപ്പുറത്തെ ലിംബിൽ കാര്യമായ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എ ഡയാമാഗ്നറ്റിക് ലിക്വിഡ് പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. The atoms or molecules of the diamagnetic liquid tries to move from stronger to weaker regions of magnetic field. മനസ്സിലായോ? എന്തിനാണ് സ്ട്രോങ്ങർ ടു വീക്കറിലോട്ട് പോയത്? പൊട്ടൻഷ്യൽ എനർജി മിനിമൈസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ NCERT ബുക്ക് നോക്കിയാൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റൻസേ അങ്ങനെയാണ്. When diamagnetic substance placed in a non-uniform magnetic field, the atoms or molecules of the diamagnetic liquid, say substance, liquid, tends to move from stronger to weaker regions of external field. കേട്ടോ, അതാരാ കാണിക്കുക പറഞ്ഞത്? ഡയാമാഗ്നറ്റ്സ്. ഇനി പഠിപ്പിക്കാൻ പോണ പാരാമാഗ്നറ്റ്സും ഫെറോമാഗ്നറ്റും നേരെ തിരിച്ചാണ്. അവരിവിടുന്ന് എവിടേക്കാണ് പോകാറിയോ?
ഇവർ പോയത് സ്ട്രോങ്ങർന്ന് വീക്കറിലേക്കാണെങ്കിൽ അവർ പോവുക വീക്കറിന്ന് സ്ട്രോങ്ങറിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഓർമ്മിച്ച് വെച്ചോളൂ. ദെൻ നമുക്കൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാ. 0 കെൽവിനിലേക്ക് പോയാൽ 0 കെൽവിനിലോട്ട് പോകുന്നു. നമ്മൾ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ 0 കെൽവിൻ ചൂസ് ചെയ്യുന്നു. 0 കെൽവിനിലേക്ക് പോയാൽ, അതായത് ഈ സബ്സ്റ്റൻസ് നമ്മൾ തണുപ്പിച്ച് 0 കെൽവിൻ വരെ പോയാൽ അയാൾ ഒറ്റ ഫീൽഡ് ലൈൻസിനെ പോലും പെർമിറ്റ് ചെയ്യില്ലെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഫീൽഡ് ലൈൻസിനെയും എക്സ്പെൽ ചെയ്ത് കളയും. ആ സബ്സ്റ്റൻസ് ഒരു മെറ്റൽ ആണെങ്കിൽ അയാളുടെ കണ്ടക്ടിവിറ്റി കൂടും, കാരണം ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട്. പക്ഷേ അയാൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതെയാവും. ആ ഫിനോമിനൊരു പ്രത്യേകിച്ചൊരു പേരുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് മീസ്നർ എഫക്റ്റ്. സോ വാട്ട് ഈസ് മീസ്നർ എഫക്റ്റ്? At absolute zero, diamagnetic substance expels the entire field lines. That is diamagnetism, not diamagnetism. No magnetism is there. Okay. At the same, high conductivity is there. അത് നമ്മുടെ ഡിസ്കഷൻ മാറ്റർ അല്ല. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ലോ ടെമ്പറേച്ചറിലോട്ട് പോയാൽ ഇയാളുടെ മാഗ്നറ്റിക്, അതായത് കംപ്ലീറ്റ് ഫീൽഡ് ലൈൻസിനെയും അയാൾ എക്സ്പെൽ ചെയ്ത് കളയും. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് മീസ്നർ എഫക്റ്റ്. Okay, so what is Meissner effect? Meissner effect. What is Meissner effect? The phenomenon of perfect diamagnetism in superconductors. Perfect diamagnetism in superconductors is called Meissner effect. നോക്കൂ, ഒരു ഫീൽഡ് ലൈനെയും പെർമിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്തായിരിക്കും? mu r is equal to, നമുക്കറിയാം mu r is equal to 1 plus chi എന്നല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? 1 plus chi എന്നല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ കൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? mu r 0 ആയാൽ chi is equal to -1 കിട്ടും. അപ്പോൾ what is Meissner effect? The phenomenon in which the susceptibility of a substance is -1 is called Meissner effect. That is, relative permeability of the substance is 0. That is, the substance shows 100% diamagnetism and perfect conductivity. So, perfect diamagnetism in superconductors is called Meissner effect. ഇതുകൊണ്ട് നമുക്ക് വല്ല അഡ്വാൻറ്റേജ് ഉണ്ടോ? നമുക്കറിയാം ഡയാമാഗ്നറ്റുകളെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർ റിപ്പൽഷൻ കാണിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു മാഗ്നറ്റിക് റെയിലിൻ്റെ മുകളിൽ നമ്മളൊരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ ഓടിച്ചുകൊണ്ട് പോയാൽ അവർ തമ്മിൽ റിപ്പൽ ചെയ്യുന്നത് കാരണം അവർ തമ്മിലുള്ള കോണ്ടാക്ട് ഇത്തിരി കുറയും. അപ്പോൾ ആ കോണ്ടാക്ട് കുറയുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ടാണ് മെഗ്ലെവ് എന്ന് പറഞ്ഞ ട്രെയിൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ? മെഗ്ലെവ് ട്രെയിൻ, മാഗ്നറ്റിക്കലി ലെവിറ്റേറ്റഡ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. ആ ട്രെയിനിൽ നമ്മൾ ഈ മീസ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിനൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ആ റിപ്പൾസീവ് ഫോഴ്സ് വരുന്നത് കാരണം നമുക്ക് ഒരു പരിധി വരെ എന്ത് കുറയ്ക്കാൻ കഴിയും? ഈ ഫ്രിക്ഷണൽ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താ ആപ്ലിക്കേഷൻ? ആ മീസ്നർ എഫക്റ്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ മെഗ്ലെവ് ട്രെയിൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയാമാഗ്നറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യം പറയേണ്ടത് ദി സബ്സ്റ്റൻസസ് ആർ ആറ്റംസ് വിത്ത് പെയ്ഡ് ഇലക്ട്രോൺ. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ദേ ഷോസ് നോ മാഗ്നറ്റിസം. വെൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് അപ്ലൈഡ്, മൊമെൻറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് ഫീൽഡ് ഡയറക്ഷൻ. സോ ദേ ഷോസ് റിപ്പൽഷൻ ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾസ് NCERT ബുക്ക് നോക്കണം നിങ്ങൾ, ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ mu r less than 1 greater than 0, susceptibility is negative, then susceptibility is -1 at absolute 0, and the phenomenon is called Meissner effect. ഇത്രയും കാര്യങ്ങളാണ് ഡയാമാഗ്നറ്റ്സ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് പാരയിലേക്ക് പോകാം. ഓക്കെ, പാരാമാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ ആറ്റംസ് എങ്ങനെയായിരിക്കും? സബ്സ്റ്റൻസിലെ ആറ്റംസ് അൺപെയ്ഡ് ആണോ പെയ്ഡ് ആണോ? അൺപെയ്ഡ് ആണ്. ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ഔട്ടർ ഓർബിറ്റിൽ നമുക്കിങ്ങനെ അസ്യൂം ചെയ്യാം ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നു. ആ ഇലക്ട്രോൺ കിടന്ന് കറങ്ങുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയും. ഒപ്പം നിങ്ങൾ മാഗ്നറ്റിക് എഫക്റ്റിൽ പഠിച്ചതാണ്, അങ്ങനെ കറങ്ങുന്നതിനൊപ്പം തന്നെ ഇലക്ട്രോൺ സ്പിന്നിങ് മോഷനും കൂടെ ചെയ്യുന്നുണ്ട്. ആ സ്പിന്നിങ് മോഷനും കൂടെ വരുമ്പോൾ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും ഉണ്ട്. ഇപ്പം നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് പ്ലസ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്, ഇൻട്രിൻസിക്കലി തന്നെ ഉണ്ട്. പക്ഷേ എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി ടെമ്പറേച്ചറിൽ ആറ്റംസ് എല്ലാം അങ്ങനെ വെൽ അലൈൻഡ് അല്ല. ഇപ്പോൾ പലരും പല ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത് കാരണം എന്തുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മാഗ്നറ്റിക് മൊമെൻ്റ് എടുത്ത് മറ്റുള്ളവരുടെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക്
ആഡ് ചെയ്ത് വരണമെന്നില്ല, അതായത് സമ്മായി വരണമെന്നില്ല. എന്തുണ്ടാവും, ചിലപ്പോൾ ഡിഫറൻസ് ആയി പോവാം. നെറ്റ് എഫക്റ്റിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണിക്കുമ്പോൾ വെക്ടർ ആയതുകൊണ്ട് അത് 0 ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാരാമാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലാത്ത സമയത്ത് അവർ മാഗ്നറ്റുകളെ അല്ല, പാരാമാഗ്നറ്റുകളല്ല, സബ്സ്റ്റൻസ് ആണ്, പക്ഷേ പാരാമാഗ്നറ്റിസം ഇല്ല. അപ്പോൾ പാരാമാഗ്നറ്റിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം, എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലെ ആറ്റംസ് എന്ന് പറയുമ്പോൾ ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണല്ലോ. അപ്പോൾ ഓരോരോ ആറ്റങ്ങളും പാരാമാഗ്നറ്റിക് ആറ്റങ്ങളും ആരായിട്ട് ബിഹേവ് ചെയ്യും, ടൈനി മാഗ്നറ്റ്സിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാ ടൈനി ഡൈപോളുകളും ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോർക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരും, അങ്ങനെ ഒരു മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യും. മനസ്സിലായല്ലോ. അപ്പോൾ പാരാമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക, വെൻ യു അപ്ലൈ എക്സ്റ്റേണൽ ഫീൽഡ് നെറ്റ് മൊമെൻറ്റ് വിൽ ബി ഡെവലപ്ഡ് ഇൻസൈഡ് ദ സബ്സ്റ്റൻസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഫീൽഡ്. അവിടെ ഇൻഡക്ഷൻ ഒന്നുമില്ല, എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് കാരണം ടോർക്ക് ആക്ട് ചെയ്ത് അവരെല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ആറ്റംസ് ഒക്കെ പല ഇനീഷ്യലി പല ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് കാരണം എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വെൽ അലൈൻഡ് അല്ല, അവരൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇവർ മാഗ്നറ്റായിട്ട് മാറും. പിന്നെ ഡയ പോലെയല്ല, ഇവർ ആരെ കടത്തിവിടും, ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യും. ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതായത് ഞാനൊരു മാഗ്നറ്റ് സെറ്റ് ചെയ്തു, എക്സ്റ്റേണൽ ഫീൽഡ് സെറ്റ് ചെയ്തു, അതിന് ശേഷം ഞാനൊരു പാരാമാഗ്നറ്റിന് വെച്ചു, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് വെച്ചു. അതിൽ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ് എങ്ങോട്ട് തന്നെയായിരിക്കും, അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വരുന്ന കാര്യം ഇവർ അട്രാക്ഷനാണ് കാണിക്കുക. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഷോ അട്രാക്ഷൻ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, അട്രാക്ഷൻ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് കേട്ടോ. പിന്നെ പാരാമാഗ്നറ്റിനെ കുറിച്ച് പറയുമ്പോൾ മ്യൂആറിനെ കുറിച്ചും സസെപ്റ്റബിലിറ്റിയെ കുറിച്ചും പറയണം. മ്യൂആർ അത്ര വലിയ സംഖ്യയൊന്നുമല്ല, ഗ്രേറ്റർ ദാൻ 0 ആണ്, എന്നാൽ അത്ര വലിയൊരു സംഖ്യയൊന്നുമല്ല മ്യൂആർ കേട്ടോ, ചെറിയ സംഖ്യയാണ്. അപ്പോൾ മ്യൂആർ ഈസ് ഡയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാരയുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ സസെപ്റ്റബിലിറ്റിയിലേക്ക് വരുമ്പോൾ സസെപ്റ്റബിലിറ്റി കൈ എന്ന് പറയുമ്പോഴേ സസെപ്റ്റബിലിറ്റി കൈ ഈസ് ഈക്വൽ ടു M/H റേഷ്യോ ആണ്. അത് പോസിറ്റീവ് തന്നെയാണ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫ് പോസിറ്റീവ് ആക്സിസിൽ വരച്ച് കണ്ടോ നിങ്ങൾ. ഈ ഡയയുടെ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോപ്പ് ഇത്തിരി കൂടെ കൂടുതലായിരിക്കും പാരയ്ക്ക്, കാരണം ഡയയിൽ ഡെവലപ്പ് ചെയ്യുന്ന വെരി ഫീബിൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. പാര പറയുമ്പോൾ ഇത്തിരി കൂടെ കൂടുതലായിരിക്കും, എന്നാൽ അത്ര വലിയ സംഖ്യയല്ല. ഇനി വരാൻ പോണ ഫെറോയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കേട്ടോ. ദെൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. സസെപ്റ്റബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതായത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തുകൊണ്ട് നമ്മൾ അയാളെ മാഗ്നറ്റാക്കി മാറ്റുന്നു, പാരാമാഗ്നറ്റാക്കി മാറ്റുന്നു. ആ എക്സ്റ്റേണൽ ഫീൽഡ് അങ്ങ് റിമൂവ് ചെയ്താൽ വീണ്ടും ഈ സബ്സ്റ്റൻസ് മാഗ്നറ്റ് അല്ലാതെയായിട്ട് മാറും. അപ്പോൾ ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റണമെങ്കിൽ യു ഷുഡ് ആൾവേസ് അപ്ലൈ എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡ് പോയാൽ ഇവൻ ഡീമാഗ്നറ്റൈസ്ഡ് ആവും. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സബ്സ്റ്റൻസിനെ, ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റാക്കി വെച്ചിരിക്കണം. ആ സമയത്താണ് നിങ്ങൾ അവനെ ചൂടാക്കുന്നത്. ചൂടാക്കി എന്ത് സംഭവിക്കും, ചൂടാക്കുമ്പോൾ ഇവരുടെ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി കൂടും. അതായത് ഓവറോൾ കൈനറ്റിക് എനർജി കൂടുന്നത് കാരണം ഈ അൺഅലൈൻ വീണ്ടും അങ്ങനെയായി മാറും. അതായത് ഒന്ന് അലൈൻഡ് ആയവർ വീണ്ടും അൺഅലൈൻഡ് ആവും. അപ്പോൾ എന്ത് സംഭവിക്കും, സസെപ്റ്റബിലിറ്റി കുറയും. അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവരുടെ സസെപ്റ്റബിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പിന്നെ വലിയ ഫീൽഡ് കൊടുത്താലേ ഇവരെ അടക്കി നിർത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ സസെപ്റ്റബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആൻഡ് ദിസ് ലോ ഈസ് കാൾഡ് ക്യൂറീസ് ലോ. വിച്ച് ലോ? ക്യൂറീസ് ലോ. ഇപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ക്യൂറീസ് ലോ കാണിക്കുന്നു. അതായത് വൺസ് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഫീൽഡ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അയാളെ ഒരു മാഗ്നറ്റാക്കി മാറ്റി, എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറയും. ഇപ്പം നമുക്ക് അതേ വാല്യൂ നിലനിർത്തണമെങ്കിൽ, ചൂടായതിനു ശേഷം വാല്യൂ നിലനിർത്താനോ അല്ലെങ്കിൽ പിന്നെ കൂട്ടണമെങ്കിലോ നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടി വരും, സ്ട്രോങ് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സസെപ്റ്റബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഫോർ പാരാമാഗ്നറ്റ്സ് ആൻഡ് ദിസ് ഈസ് കാൾഡ് കമോൺ ക്യൂറീസ് ലോ കേട്ടോ. പിന്നെ നിങ്ങൾ പാരാമാഗ്നറ്റിൽ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? പാരാമാഗ്നറ്റിൽ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കൂ. യൂട്യൂബ് നേരത്തെ പറഞ്ഞതുപോലെ ഈ യെല്ലോ കളറിൽ കാണുന്നത് ഒരു പാരാമാഗ്നറ്റിക് ലിക്വിഡാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനുള്ള എക്സാമ്പിൾസ് NCERT ബുക്ക് നോക്കണം. അലുമിനിയം, സോഡിയം, കാൽസ്യം, ഓക്സിജൻ, കോപ്പർ ക്ലോറൈഡ്, അതെല്ലാം എക്സാമ്പിൾസ് ആണ് ആർക്ക്? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്.
അപ്പോൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ലിക്വിഡിനെ ഞാനൊരു യൂട്യൂബിൽ വെച്ചു. എക്സ്റ്റേണലി നമ്മൾ ഫീൽഡൊന്നും അപ്ലൈ ചെയ്യുന്നതിൽ 2 ലിംബുകളിലെയും പാരാമാഗ്നറ്റിക് ലിക്വിഡിൻ്റെ ലെവൽ സെയിം ആയിരിക്കും. അതിനുശേഷം ഒരു ലിംബിൽ മാത്രം സഡൻലി നിങ്ങൾ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഫീൽഡ് അപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കും അറിയോ? ഇവിടെയല്ലേ സ്ട്രോങ് ഫീൽഡ്, കാരണം ഇവിടെയല്ലേ നമ്മൾ മാഗ്നറ്റ് പ്ലേസ് ചെയ്തുള്ളൂ. മാഗ്നറ്റ് പ്ലേസ് ചെയ്ത ആ സ്പേസിൽ എന്ത് സംഭവിക്കും? അവിടെ ഫീൽഡ് വരുന്നത് കാരണം ആ ഭാഗത്തെ ലിക്വിഡ് റൈസ് ചെയ്യും, മുകളിലോട്ട് റൈസ് ചെയ്യും. കണ്ടോ, ഇവിടെ ഉയർന്നിരിക്കുന്നു, ഇവിടെ താഴ്ന്നു. ഇത്ര വലുതുണ്ടാവില്ലേ ലിക്വിഡ് ലെവൽ, ദ ലിംബ് റൈസസ് അപ്പ് കേട്ടോ. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? നിങ്ങൾ പറയൂ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -mb cos തീറ്റ. ഇവിടെ തീറ്റയുടെ വാല്യൂ 0 ആയത് കാരണം പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി എന്താണ്? മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ ഓൾറെഡി തന്നെ സ്റ്റേബിൾ ആണല്ലോ, പിന്നെ എന്തിനാണ് ഇവർ വീക്കർ ഏരിയയിൽ നിന്ന് സ്ട്രോങ്ങർ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ടെൻഡൻസി അങ്ങനെയാണ്. അതായത് മോർ സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. ഓൾറെഡി സ്റ്റേബിൾ ആയുള്ള ഒരാളാണെങ്കിൽ ഒന്നും കൂടെ സ്റ്റെബിലിറ്റി കൂട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, when a paramagnetic liquid placed in a non-uniform magnetic field, the paramagnetic liquid tries to move from weaker to stronger parts of magnetic field. ഡയാമാഗ്നറ്റ് നേരെ തിരിച്ചായിരുന്നു, സ്ട്രോങ്ങർന്ന് വീക്കറിലേക്കാണ് പോയത്. ഇവർ എവിടുന്ന് എവിടേക്കാണ് വരുന്നത്? വീക്കറിന്ന് സ്ട്രോങ്ങറിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മോർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതാണ് പാരാമാഗ്നറ്റ്സിനെ കുറിച്ച് പറയാനുള്ള അത്രയും കാര്യങ്ങളാണ് പാരാമാഗ്നറ്റിനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ പാരാമാഗ്നറ്റിൽ സബ്സ്റ്റൻസ് എങ്ങനെയായിരിക്കും? ആറ്റംസ് വിത്ത് പെയ്ഡ് അല്ല അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. ആറ്റംസ് വിത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഓരോരോ ആറ്റങ്ങൾക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യും. എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ടോർക്ക് ആക്ട് ചെയ്യുന്ന കാരണം ഈ അറ്റോമിക് ഡൈപോളുകളെല്ലാം ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുകയും ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആ മൊമെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്ലൈഡ് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനാണ്. അതുകൊണ്ട് പാരാമാഗ്നറ്റ്സ് കാണിക്കുന്നത് അട്രാക്ഷനാണ് കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ ഫീൽഡ് അങ്ങ് റിമൂവ് ചെയ്താൽ ഇവർ വീണ്ടും ആ മാഗ്നറ്റ് അല്ലാത്ത സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ ഇവരെ മാഗ്നറ്റായി നിലനിർത്തണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്യണം? ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇനി ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി എന്ത് സംഭവിക്കും? ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറയും. അപ്പോൾ നമുക്ക് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്ലൈഡ് ഫീൽഡ് കൂട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞു, സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ആ ലോയെ നമ്മൾ ക്യൂറീസ് ലോ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പാരാമാഗ്നറ്റ്സിൽ. ഇനിയാണ് നമ്മുടെ റിയൽ മാഗ്നറ്റുകൾ വരുന്നത്, ഫെറോ മാഗ്നറ്റ്സ്. നോക്കാം ഫെറോ മാഗ്നറ്റ്സ്.